ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു നാടൻ ബീഫ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീഫ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 5-6 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് നമ്മൾ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബീഫ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 വിസിലാണ് ഞാനിവിടെ അടിക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ബീഫിനനുസരിച്ചും സ്റ്റൗവിനനുസരിച്ചൊക്കെ വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഞാനിവിടെ ഒരു 4 വിസിലടിച്ചിട്ട് സ്റ്റീമൊക്കെ പോയതിന് ശേഷമാണ് തുറക്കണത്. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. കുക്കർ ഇവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ബീഫിൽ നല്ലോണം വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ബീഫിലത്തെ വെള്ളമൊക്കെ ഇവിടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് മാറ്റി വെച്ചിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സവാള നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ബീഫൊക്കെ ഇവിടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തീ ഓഫ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഒന്നും കൂടിയും ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകവും ജീരകവും കുരുമുളകും പൊടി പൊടിച്ചതാണ്, അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ്, അത് ഓപ്ഷണലാണ് കേട്ടോ. നെയ്യ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഗരം മസാലപ്പൊടിയും ഈ കുരുമുളകും പെരുംജീരകമൊക്കെ പൊടിച്ചതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഈ സമയത്ത് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടൻ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബീഫ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക്